നമസ്കാരം. ഇപ്പോൾ ഉണ്ണി മുകുന്ദനും നറുക്ക് വീണിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ്റെ പേര് ഇനി ഉണ്ണി മമ്മദ് എന്നാക്കി മാറ്റും. അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു അഡ്വക്കറ്റ് ഉണ്ട്, അഡ്വക്കറ്റ് കഷ്ണരാജ്. അയാളുടെ ഓരോ രോമകൂപത്തിലും നിറച്ചു വെച്ചിട്ടുള്ളത് അയാൾക്ക് എന്തോ അയാളുടെ ഇൻഹറൻ്റ് ആയിട്ടുള്ള അയാളുടെ അച്ഛനമ്മമാരിൽ നിന്ന് ശേഖരിച്ചു വെച്ചാണെന്ന് തോന്നുന്നുണ്ട്. അച്ഛൻ്റെ ബീജം, അമ്മയുടെ അണ്ടം, വർഗീയത, കുത്തിത്തിരിപ്പ്, മാന്തലും ചൊറിയലും. ഇപ്പോൾ ഉണ്ണി മുകുന്ദനൊരു സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയുടെ പ്രൊഡ്യൂസർ, അതിൻ്റെ എഡിറ്റർ, അതിൻ്റെ നിർമ്മാണം ഒക്കെ മുസ്ലിങ്ങളാണത്രേ. അതിൻ്റെ അയാളിപ്പോൾ ഒരു അയാളുടെ എന്തായാലും പറയാം, മറ്റേ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്, സമാജം സ്റ്റാർ ഇമേജ് ഉണ്ടാക്കി കൊടുത്തവൻ ജിഹാദികളുടെ കൂടെ കിടപ്പായി എന്ന്. സ്റ്റാർ അതിനായിട്ട് ആഞ്ഞ് ശ്രമത്തിലാണോ എന്നൊരു സംശയവും ഇല്ലാതില്ല. ഇവനിക്ക് എന്താ വേണ്ടത്? ഉണ്ണിമൂന്നിനെ കുറിച്ചായി പറയുന്നത്. ഉണ്ണി മുകുന്ദൻ ഇനി അറിയപ്പെടുക ഉണ്ണി മുഹമ്മദ് എന്നോ, ഉണ്ണി മുഹമ്മദ് എന്നോ, ഉണ്ണി മൊഹമ്മദ് എന്നോ. ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. സേവാഭാരതിയുടെ വണ്ടി, ശവഭാരതിയുടെ വണ്ടി, പച്ചത്തെറിയുമായിട്ട്. ഇപ്പം സന്ദീപ് വാര്യർ വന്നതോട് കൂടിയിട്ട് ആ വണ്ടി എൻ്റെ വീട്ടുമുറ്റത്തേക്ക് വരാണ്ടായി തുടങ്ങി. വലിയ കാര്യമായിട്ട് കാണാനില്ല പച്ചത്തെറി. ഇപ്പം സന്ദീപ് വാര്യർ രക്ഷപ്പെടുന്നൊരവസരമാണ് നിൽക്കുന്നത്. ഇപ്പം എല്ലാം ഇനി നമ്മളുടെ ഉണ്ണി മുകുന്ദനിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം ഉണ്ണി മുകുന്ദൻ ഒരു സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമ വലിയ ഹിറ്റായി. ഉണ്ണി മുകുന്ദൻ സൂപ്പർ സ്റ്റാറായി. അങ്ങനെയുള്ള ഉണ്ണി മുകുന്ദൻ ഇനി കാലത്തെഴുന്നേറ്റ് രാത്രി കിടക്കാൻ പോകുന്ന സമയം വരെയുള്ള അതിനിടയിലുള്ള സകല പ്രവർത്തികളും RSSന്റെ തൊട്ടടുത്തുള്ള കാര്യാലയത്തിൽ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ എടാ ഉണ്ണി മുഹമ്മദേ, നീ പൊന്നാനിയിൽ പോടാ, അണ്ടി മുറിക്കടാ, മുറിയണ്ടിയായിട്ട് നടക്കടാ, എന്നാടാ നീ പൊന്നാനിയിൽ പോണത്? പിന്നെ തന്തയ്ക്ക് വിളി, തള്ളയ്ക്ക് വിളി സ്ഥിരം പരിപാടിയാണത്. അപ്പം അതിൻ്റെ വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. ഒരു കഷണരാജ്, ആ ഒരു സ്വർണ്ണക്കടത്തുകാരി ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പുറകിൽ തൂങ്ങി നടന്നിട്ടാണ് ഇയാളെ 10 ആൾ അറിഞ്ഞത്. നാക്കെടുത്തൽ ഓരോ രോമകൂപത്തിലും അയാളുടെ കുറ്റമായിട്ട് മുഴുവൻ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പറയാറില്ല ഇത് നിന്റെ കുറ്റമല്ല എന്ന്. ഇവരെ കഷ്ണരാജിന് കുഴപ്പമില്ല, അവൻ്റെ തള്ളയുടെയും തന്തയുടെയും കുറ്റമാണ്. ആ തന്തയുടെ ബീജത്തിലുണ്ടാവും ഈ സ്പർദ്ധാവിശേഷം. തള്ളയുടെ അണ്ടത്തിലുണ്ടാവും അറപ്പും വെറുപ്പും. ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ അങ്ങനെയാണല്ലോ ഈ കഷ്ണരാജുമാരുണ്ടാവുന്നത്. അവരുടെ താവളം അതാണ് ഏറ്റവും അവസാനം. അവരുടെ താവളം സംഘപരിവാറാണ്, അല്ലെങ്കിൽ BJPയിലൂടെ ആണ് സംഭവം. ഇവരൊക്കെയും കരുതിയിരിക്കുന്നൊരു കാര്യം, സന്യാസിമാർ അവരുടെ ലാവണമായിട്ട് പോകുന്ന ആൾക്കാരാണ്. അവരാരടുത്തും പിച്ച തണ്ടാൻ പോകുന്നില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സന്യാസിമാർക്ക് എന്നും അവർക്ക് വേണ്ടുന്ന ആഹാരം, വസ്ത്രം, പാർപ്പിടം, അവരെ ബഹുമാനിക്കാനും അവർക്ക് വേണ്ടുന്ന മിനിമം റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. അവരവരുടെ ജീവിതവുമായിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ പോകുന്നു. അവരെ പോലും പിന്നിൽ പോയിട്ട് അല്ലെങ്കിൽ പോയി ചൊറിയുന്നൊരു പരിപാടിയാണ് സംഘപരിവാറിനുള്ളത്. കാരണം എന്താണ്? അവർ ഈ കാവിക്കൊടിയും പിടിച്ച് നടക്കുന്നില്ല. അഥവാ അവരുടെ കയ്യിലുള്ള കാവിക്കൊടി ഇവരുടെ കയ്യിലുള്ള കോണക്കൊടിയല്ല.
അത് ഒറിജിനൽ കാവിക്കൊടിയാണത്. അങ്ങനെ പെട്ടെന്ന് കിട്ടൂല്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവരുടെ കോണക്കൊടി, ഇവരുടെ കോണകം, കാവിക്കോണകം, അത് അടുത്ത കടയിൽ പോയിട്ട് വാങ്ങിക്കുന്നതാണ്, അതിന് വിലയില്ല. പക്ഷെ അവരെന്താ കരുതുന്നത്? പണ്ടൊരു ആട്ടുമുട്ടനുണ്ടായിരുന്നു, അതിനിവിടെ ഒരു ഊശാന്താടിയുണ്ട്. ആ താടി വളർന്ന് ഒരു ചാൺ വെളുപ്പുള്ള താടിയായി. എന്നും അത് കൊണ്ടുവന്ന് അവിടെ ഒരു സന്യാസി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണ്. അപ്പം അങ്ങനെ ഒരു ചുമര് ചാരിയിരിക്കുക, അങ്ങനെ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ വന്നിട്ട് ആ താടീനെ വെച്ച് നോക്കും, സന്യാസിയുടെ അത്രയ്ക്ക് ആയോ എന്ന്. അവൻ ഒരിക്കൽ സന്യാസിയുടെ അത്രയ്ക്കായി. അതോടുകൂടി സന്യാസിയോട് അവൻ അസൂയായി, പശുവിനായി, പോരായി. സന്യാസി അവിടെ ഇരിക്കുമ്പോൾ അവൻ കുത്താൻ ചെല്ലും, നാട്ടുകാരോട് അതിനെ തല്ലിക്കൊന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവരുടെ കാവി, സംഘപരിവാറിൻ്റെ കാവി, സന്യാസിമാരുടെ കാവി വ്യത്യാസമുണ്ട്. അവിടെ തൃശ്ശൂരിൽ സ്വാമിജിയുണ്ട്, അങ്ങനെ ഒരു നിങ്ങളുടെ ഈ കോണകക്കാവി, ത്രികോണം എന്നാ പറയുക, ത്രികോണക്കാവി, അങ്ങനെയാണല്ലോ അവരുടെ പതാക. അതുകൊണ്ട് ഇവിടേക്ക് വരണ്ട. അവിടേക്ക് കാവി ഉടുത്ത് ചെല്ലുന്ന ആളുകളോട് പറയും, എവിടെ നിന്നായി കാവി കിട്ടിയേ എന്ന് ചോദിക്കും. അല്ല, ഞങ്ങൾ കാവിയുണ്ട്, കാരണം അത് മാറ്റിയിട്ട് വരാൻ പറയും. അങ്ങനെയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സന്യാസിയാണെങ്കിലും ഏത് കാറ്റഗറിയിൽ പെട്ട ആളാണെങ്കിലും, ഇനി ഡോക്ടറാണെങ്കിൽ അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗുകാരനോ അല്ലെങ്കിൽ ഒരു കേരള കോൺഗ്രസ്സുകാരനായി ഉടനെ അവർ പറയും, ആ ഡോക്ടർ വ്യാജ ഡോക്ടറാ, കള്ളൻ ഡോക്ടറാ. അപ്പം നമ്മുടെ എരപ്പാളിക്ക്, മറുകാടൻ എരപ്പാളിക്ക് റിപ്പോർട്ട് കിട്ടും, അയാൾ എഴുതും ഇയാൾ വ്യാജ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഇയാൾ വ്യാജ സന്യാസിയാണ്. അപ്പം ഇതൊരു തരം നനഞ്ഞ കൂട്ടായ്മയാണ്. ഒരുപാട് മോഹങ്ങളുണ്ട്. കേരളം ഭരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മോഹം. ദക്ഷിണേന്ത്യയിൽ കാലെടുത്ത് വയ്ക്കാൻ പറ്റാത്ത ആളുകൾക്ക് പിന്നെ കേരളം എങ്ങനെയാണ് ഭരിക്കാൻ പറ്റുന്നത്? അപ്പം അതിൻ്റെ വൈരാഗ്യങ്ങൾ തീർക്കുന്ന ആരോടാണ്? അവരോടൊപ്പം നിൽക്കാത്ത എല്ലാവരോടും. സന്ദീപ് വാര്യർ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ ഞാൻ സന്ദീപ് വാര്യരോട് ചോദിച്ചു, അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള കാരണം എന്താ? ഇറങ്ങിപ്പോരാനുള്ള കാരണം എന്താ? വിശദീകരിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, സ്വാതന്ത്ര്യം. അവിടെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയ മുതലാളിമാരുടെ, നരേന്ദ്രമോദി, അമിത്ഷാ പോലുള്ള ആളുകളും അതിൻ്റെ കീഴാദികളുമായിട്ടുള്ള കുറച്ച് മുതലാളിമാരുണ്ട്. അവരുടെ കീഴിൽ അവരുടെ ചെരുപ്പ് നക്കികളായിട്ട്, അവരുടെ വെള്ളം കോരികളും വറകുകൊറ്റികളായിട്ട് നിൽക്കുന്നവരാണ് ഇവിടുത്തെ ഈ CJP-ക്കാർ. അതിന് വിട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള അന്തസ്സും ആഭിയാത്യവും അവർ കൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറില്ല. ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സങ്കേതത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ മണിച്ചിത്രത്താഴ് സിനിമയിൽ കുതിരവട്ടം പപ്പു പറഞ്ഞ പോലെ മിണ്ടാതെ ഉരിയാടാതെ കൊടിയും പിടിച്ച് നടക്കുക. അതിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നുണ്ട്. തൃശ്ശൂർ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇത് കണക്കിൽ പെട്ടു, അത് കണക്കിൽ പെട്ടിട്ടില്ല എന്ന് മാത്രം. അടിയാട്ട് ശ്രീകൃഷ്ണനെ പോലെയുള്ള വലിയ രീതിയിൽ അവരുടെ ഓർമ്മ വെച്ച നാൾ പോലെ അവർ RS-കാരായിരുന്നു. അങ്ങനെയൊക്കെയും ഇറങ്ങിപ്പോകുന്ന കൂട്ടത്തിൽപ്പെട്ട അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പേരെടുത്ത് മുഴുവൻ എല്ലാവരും പറയുന്നില്ല. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിയെ മുകുന്ദൻ സിനിമാ താരമായി, സൂപ്പർ സ്റ്റാറായി. അങ്ങനെ സൂപ്പർ സ്റ്റാറിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സൂപ്പർ സ്റ്റാറിനെ വെച്ച് നടപ്പായി. എന്താണ്? വോട്ടിന് വേണ്ടി യാചിക്കാൻ, അതിനെ കൊണ്ട് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടപ്പില്ലെന്നവർക്ക് മനസ്സിലായി. കാരണം ഉണ്ണി മുകുന്ദൻ നരേന്ദ്രമോദിയായിട്ട് ഒത്ത് കളിച്ചിട്ടുള്ള ആളാണ്, കളിച്ച രാഷ്ട്രീയമല്ല. ഒരുമിച്ച് വന്ന് പട്ടം പറയുമ്പോൾ അദ്ദേഹം അവിടെയായിരുന്നു, ഗുജറാത്തിനായിരുന്നു. അദ്ദേഹത്തിന് മലയാളത്തേക്കാൾ നന്നായിട്ട് അറിയാം ഗുജറാത്തി ഭാഷയാണ്, കുട്ടിക്കാലം ഒരു ഗുജറാത്തി ഭാഷയാണ്. ഇവിടെ നരേന്ദ്രമോദി വന്നപ്പോൾ നേരിട്ട് കണ്ടു. അവർ ഗുജറാത്തിൽ സംസാരിച്ചു. വേറൊരു മലയാളി കൂടി ഉണ്ട് കേട്ടോ, പ്രശസ്തമായിട്ട് നമ്മളുടെ യൂസഫ് അലി സാഹിബ്. അദ്ദേഹം അസലായിട്ട് ഗുജറാത്തി പറയും, ഗുജറാത്തി എഴുതും വായിക്കും പറയും. നരേന്ദ്രമോദിയിൽ സംസാരിക്കുമ്പോൾ ആ ഭാഷയിലാണ് പറയുക, കാരണം അദ്ദേഹവും അവിടെ ആയിരുന്നല്ലോ. അപ്പം ആയതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങളായിക്കോട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? മമ്മൂട്ടിയുടെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരാളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ഇലക്ഷന് പോയിട്ട് വോട്ട് തരുമെന്ന് ചോദിച്ച് നടന്നിട്ടില്ല. അദ്ദേഹത്തിന് ചേർന്ന സിനിമാ നടനാണ്, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് സിനിമാ നടൻ.
മമ്മൂട്ടി സിനിമാ നടൻ, മമ്മൂട്ടി സിനിമാ നടൻ, പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. അതൊക്കെ അഡ്രസ്സുകളാണ്. അതുപോലെ പലപ്പോഴും ഇത് വിജയിച്ച സമയത്ത് ഞാനിടക്ക് പലരും പറഞ്ഞു, മാർക്കോ സിനിമ വിജയിച്ചു, നിങ്ങൾ അത്യുന്നത പദവി, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സ്റ്റാർ പദവി, അവിടേക്ക് നിങ്ങൾ കയറിപ്പറ്റി കഴിഞ്ഞു, നിങ്ങളൊരു ഷുവർ ബെറ്റായി കഴിഞ്ഞു, ഏത് പിച്ചെടുത്താലും പരാജയപ്പെടില്ല എന്നൊരു അവസരത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി സൂക്ഷിക്കേണ്ടത്, ആവശ്യമില്ലാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യമായിട്ട് നടക്കുക. നിങ്ങൾ വോട്ട് ചെയ്തോ, BJPക്ക് വോട്ട് ചെയ്തോ, പക്ഷേ BJPക്ക് വേണ്ടി വോട്ട് പിച്ചതുണ്ടാകാൻ നടക്കരുത്. ഏതായാലും ഞാൻ പറഞ്ഞ കാര്യം ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകണം. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തോ ചില പിന്മാറ്റങ്ങൾ നടത്തി. ഇതെല്ലാം കഴിഞ്ഞിട്ട് കയ്യിൽ കൊടിയും പിടിച്ചാൽ നടന്നോ, വഴി നീളം നടന്നു പറഞ്ഞപ്പോൾ പറ്റൂല എന്ന് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. എല്ലാ സ്റ്റേജിലും കൊണ്ട് അവതരിപ്പിക്കുക, ദേ സൂപ്പർ സ്റ്റാർ ഉണ്ണിയും കുന്നൻ ഞങ്ങളുടെ ചാണക സംഖ്യയാണ് എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു, ചാണകം പൂശിയിട്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിന് കിട്ടിയില്ല. കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, ചെറുപ്പമാണ്, വളരെ ചെറുപ്പമാണ് ഈ കുട്ടി. ഇനിയും കാലം നീണ്ടു കിടക്കുകയാണ്. ഉത്പസ്ഥിതേ മമജ ഗോപിധർമ്മ കാലോഹ്യം നിരവധി വിപുലാച്ച പ്രതി. ഈ ലോകം അതിവിശാലമാണ്. ആയുസ് 100 വയസ്സ് വരെ ആയുസ്സുണ്ട്. ഇതിനിടയിൽ തേടിപ്പിടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ, സങ്കല്പമുണ്ടെങ്കിൽ തേടിപ്പിടിക്കാൻ കഴിയും. അതിനുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു വലിയൊരു ബാക്കപ്പ് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് കളഞ്ഞു കുളിക്കാൻ ഈ കഷണരാജിന് വേണ്ടി, സംഘിപ്പണ്ടാരങ്ങൾക്ക് വേണ്ടി, കുറുവടി കോപാലന്മാർക്ക് വേണ്ടി ഇപ്പം പറയുന്നത്, അവൻ ഉണ്ണി മൂന്നൻ ജിഹാദിയായിട്ട് മാറി, ഞങ്ങളെ ചതിച്ചു. ഉണ്ണി മൂന്നിനിപ്പോൾ രാത്രി അവിഹിതമാണ്, ആരുമായിട്ട്? ജിഹാദികളുമായിട്ട്, ജിഹാദികളുടെ കൂടെ കിടപ്പായി. ഇതൊക്കെയാണ് പറയുന്നത്. ഒന്നുകൂടി ആഞ്ഞ് പരിശ്രമിക്കുകയാണ് അയാൾ. സമാജമാണ് അദ്ദേഹത്തിന് സ്റ്റാർ എന്ന പദവി ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ ഈ കഷണരാജിന് പോയിട്ട് അഭിനയിച്ചുകൂടെ? കുമ്മൻ രാജാരും പോയിട്ട് അഭിനയിക്കട്ടെ, സത്യൻ്റെ നിറാണുള്ളെങ്കിലും പോയിട്ട് അഭിനയിക്കട്ടെ, അല്ലെങ്കിൽ MT രമേശ് പോയിട്ട് അഭിനയിക്കട്ടെ, അല്ലെങ്കിൽ സുരേന്ദ്രൻ പോയിട്ട് അഭിനയിക്കട്ടെ. ഇവരങ്ങോട്ട് പിന്താങ്ങി കഴിഞ്ഞാൽ സ്റ്റാറാവോ? സ്റ്റാറായത് ഉണ്ണി മുകുന്ദൻ്റെ കഴിവില്ലാത്തവർ സ്റ്റാറാവില്ല. അതവർ അവരുടെ നൈസർഗിക ഭാവം, അഭിനയിക്കാനുള്ള ശേഷി, അത് അയാൾ സ്റ്റാറായി. ഇപ്പോൾ പറഞ്ഞു ഞങ്ങളാണ് സ്റ്റാറാക്കിയത്, സമാജമാണ് സ്റ്റാറാക്കിയത്. അപ്പോൾ നല്ലൊരു പാഠം പഠിച്ചല്ലോ ഉണ്ണി മുകുന്ന. മറ്റുള്ളവരും ഇത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. തിരുവനന്തപുരത്തൊരു ഈ പാസിംഗ് ഷോട്ടിൽ അഭിനയിക്കുന്ന ഒരാളുണ്ട്, 4-5 പെൺകുട്ടികളുടെ അച്ഛൻ. അയാൾ ആവശ്യമില്ലാതെ അയാൾ ചാണകം എടുത്ത് സ്വയം തേച്ചു. ഇപ്പം അയാൾ ഒന്നും അല്ലാണ്ടായിപ്പോയി. പിന്നെ നമ്പർ 1 വേറെ ഒരുത്തനുണ്ടല്ലോ, നമ്മളുടെ കോഴി, ചെമ്പ് കോഴി. ഒരു നിലയും എവിടെ ഒരു പള്ളിക്കാർ അസ്മാതി പറഞ്ഞ് കൊണ്ട് കിടക്കുകയാണ്. പാലിയൂർ പള്ളിയിൽ അവർ ഒന്ന് പറഞ്ഞു, നിയമത്തെ ഉല്ലംഘിച്ചു കൊണ്ട് പോകാൻ പറ്റില്ല. ഉടനെ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് വിളിച്ചു. ചെമ്പുകോഴിയെ വിളിച്ചു. ചെമ്പുകോഴി പറഞ്ഞു, ഫോൺ SIക്ക് കൊടുക്കൂ, ഫോൺ SIക്ക് കൊടുക്കൂ. ഫോൺ SIക്ക് കൊടുത്തു. SI പറഞ്ഞു, എന്താ? ചെമ്പുകോഴിയുടെ എടുത്തു പോയി ഞാൻ വലിച്ചെറിയാൻ എല്ലാം എടുത്ത് കഴിഞ്ഞു. ഇപ്പം അയാളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അതിനുവേണ്ടി കിടന്ന് നടക്കിയപ്പോൾ. ഒരു നിലയും ഇല്ലാത്ത കുറേ ആളുകൾ. ഇതിനപ്പുറം ഒരുത്തനുണ്ട് തമിഴ്നാട്ടിൽ. പിന്നെ ചാട്ടവാറുണ്ട് അടിക്കണു. എന്തിനു വേണ്ടിയിട്ടത്? ഞാൻ ഈ ചെരുപ്പിടില്ല. ഇടണ്ട, ഈ ജന്മത്തിന് ചെരുപ്പിടുണ്ടാവില്ല. DMK ദ്രാവിഡ കഴക കക്ഷികൾ പോയതിന് ശേഷം ചെരുപ്പിടുള്ളൂ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നടന്നാൽ ഇനി ചെരുപ്പിടലുണ്ടാവില്ല. അത്രയോട് സംഭവിക്കുള്ളൂ. അപ്പം ഇതിൽ ഡയറക്ടർ, ഈ മാർക്കോവിൻ്റെ ഡയറക്ടർ, അവരതിൻ്റെ കഥയോ സ്ക്രിപ്റ്റ് റൈറ്റോ റൈറ്റർ, അത് ഹനീഫ് അദേനിയാണ്. ഹനീഫ് അദേനി സംശയമുണ്ടോ? ഹനീഫ് എന്നുള്ള പേര് ഇവിടെ പട്ടിരിക്കുണ്ടോ? എഡിറ്റർ ഷമീർ മുഹമ്മദ് പോച്ച്. ആനന്ദലബ്ധിക്കിനി എന്ത് വേണമെന്ന് പറഞ്ഞ പോലെ അതിനെതിരായിട്ട് എന്താ പറയുക? ആനന്ദലബ്ധി ദുഃഖലബ്ധിക്കിനി എന്ത് വേണമെന്ന് ദൈവം പോച്ച്. എന്തെല്ലാം എന്തെന്തു മോഹങ്ങളായിരുന്നു കേട്ടിട്ടില്ലേ?
നമ്മുടെ കഷണരാജനും കൂട്ടരയ്ക്കും ദേ കിട്ടിയൊരു സൂപ്പർ സ്റ്റാറിനെ, വെറും വിലയ്ക്കൊരു സൂപ്പർ സ്റ്റാറിനെ കിട്ടി, കൊണ്ട് എഴുന്നള്ളിച്ച് നടക്കാനാണ് വിചാരിച്ചത്. പക്ഷെ എന്തുണ്ടായി? കസ്തൂരി മാമ്പഴം കാക്കച്ചി കൊത്തിപ്പോയി. ഡയറക്ടറും റൈറ്ററും ഹനീഫ്. അതേനി നമുക്ക് വിട്ടുകളയാം. അതനീന്നൊരു ഷായുണ്ട്, അദാനിന്നൊരു ഷായുണ്ട്, അത് നമുക്ക് വിട്ടുകളയാം. ഹനീഫ് മുസ്ലിം. ഞാനെല്ലാം മുസ്ലിം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മുസ്ലിങ്ങളൊന്നുമില്ല. എനിക്ക് ഇഷ്ടം നല്ലവരും ചീത്തവരും മാത്രമേ ഉള്ളൂ. ആ മുസ്ലിമാണ്, അത് നല്ല ആളാണ്. ഇയാൾ ഹിന്ദുവേ, ഇയാൾ ശരിയല്ല. ക്രിസ്ത്യാനി എനിക്ക് വിശ്വാസമില്ല. അതൊന്നുമല്ല, നല്ലതുകൊണ്ട് ചീത്ത എല്ലാ എല്ലാ കുതിരക്കൂട്ടങ്ങളിലും കുറേ കഴുതകളും ഉണ്ടാവും. എഡിറ്റർ ഷമീർ മുഹമ്മദ് അടുത്ത വെള്ളിടി പൊട്ടി. എവിടെ? അടുത്ത അശ്വനിപാദം, വെള്ളിടിയല്ല, അശ്വനിപാദം തലയിൽ വന്ന് വീണു. ആരുടെ? ഈ കഷ്ണരാജന്മാരുടെ എല്ലാം. കഷ്ണരാജൻ്റെ മാത്രമല്ല, നിർമ്മാണം ഷെറീഫ് മുഹമ്മദ്. അത് ഈ ഷമീർ മുഹമ്മദിൻ്റെ ജ്യേഷ്ഠനോ മറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഇത്രയായോടുകൂടി ബോധം കിട്ടും. ഇത്രയായോടുകൂടി ഇത് എന്ത് പറയണം ഏത് പറയണമെന്ന് അറിയില്ല. മോഹിതമായിട്ടുള്ള അവസ്ഥ, വിവേകരഹിതമായിട്ടുള്ള അവസ്ഥ. ഒന്നെ പിച്ചുമ്പയും പറയാൻ തുടങ്ങി. സമാജം സ്റ്റാറാക്കി മാറ്റിയ ഈ മറ്റേ ഉണ്ണി മുകുന്ദൻ, അയാൾ ജിഹാദിയായിട്ട് മാറി, ജിഹാദികളുടെ കൂടെ കിടപ്പായി. അതിനുവേണ്ടി കുറച്ചും കൂടിയും ആ ബന്ധം കടുത്ത ബന്ധമാക്കാൻ ആഞ്ഞ് ശ്രമിക്കുകയാണെന്നറിയില്ല. നന്ദി കെട്ടവൻ. പിന്നെ ബാക്കിയുള്ള സാധനം കൂടെ വരും കേട്ടോ. അതേണ്ടി പട്ടി, അത് ഇത് മുറിയണ്ടി ഒക്കെ പിന്നാലെ വരും. എന്തായാലും ഉണ്ണി മൂന്നൊരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഈ ഭീഷണിയൊക്കെ അതിജീവിച്ചുകൊണ്ട് അയകെ പലതും ഉണ്ടാവും. പലരും അതായത് നേരെ നിൽക്കുന്ന വൃക്ഷമായിരിക്കും ആദ്യം വെട്ടാൻ നോക്കുക. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനൊന്നും വാക്കു കൊടുക്കാതെ നിങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രം മതി. കുതിരയ്ക്ക് ജീരി വെച്ച പോലെ ഒരേ സ്ഥലത്ത് കുഴിക്കുക, അവിടെ വെള്ളം കാണാൻ പറ്റും. ഒരേ ദേവതയ്ക്കുള്ള ആരാധന. നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാ? സരസ്വതിയെ. നിങ്ങളിൽ സരസ്വതിയുണ്ട്, വാഗ്ദേവതയുണ്ട്, അഭിനയദേവതയുണ്ട്. എല്ലാവരും പൂജിച്ചോളൂ, ഒന്നും കുഴപ്പമുള്ള കാര്യമല്ല. അള്ളാഹുവിനെ ആകട്ടെ എന്തൊക്കെയും പേരുകൾ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. എങ്കിൽ പോലും സരസ്വതി കടാക്ഷമുണ്ട്. അതുകൊണ്ടാണ് അഭിനയം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മാത്രം എല്ലാവർക്കും ദൈവം വരെ ഗ്രേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. യേശുദാസിന് കൊടുത്തുള്ള യേശുദാസിന് പന്ത് കളിക്കാൻ അറിയോ? യേശുദാസിന് ക്രിക്കറ്റിൽ വന്നയാളുടെ തലപൊളിയും. യേശുദാസിനും മനോഹരമായിട്ട് സംസാരിക്കാൻ അറിയോ? അതിനുള്ള വിവരമൊന്നുമില്ല. പക്ഷേ ആ ശബ്ദം എന്നെ സംബന്ധിച്ചിടത്തോളം ജനിച്ചതുപോലെ കേൾക്കുക. ഇനി ഞാൻ മരിച്ചിട്ടേ യേശുദാസ് മരിക്കാൻ പാടുള്ളൂ എന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. അതിന് മുമ്പാണ് ആ ശബ്ദം. ഇനി പുതിയ പാട്ടുകൾ കേൾക്കാൻ ഇനി പറ്റില്ലെന്നൊന്നും പറഞ്ഞാൽ കേൾക്കാൻ വയ്യ എനിക്കതൊന്നും. അപ്പം അദ്ദേഹത്തിന് കൊടുത്താണ്, അദ്ദേഹത്തിനുള്ളത് ശബ്ദമഹിമ കൊടുത്ത ദൈവം കൊടുത്തതാ. MT വാസുദേവൻ നായർക്ക് എഴുത്തിൻ്റെ മഹിമ. കളിമണ്ണ് കൊടുത്താൽ അദ്ദേഹം ശ്രീകൃഷ്ണനെ ഉണ്ടാക്കും. കുലവന്മാർ അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അപ്പുറത്ത് പോയിട്ട് അതിന് പെയിൻ്റ് ഇതൊക്കെ അടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഈ ലോകത്തിലുള്ള കാര്യങ്ങളാണ്. അത് 4 കെട്ടാക്കി മാറ്റും. അപ്പം എല്ലാവർക്കും ഒരേ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. വെറുതെ ആരും ഇവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടില്ല. ഒരു പ്രാണിയെപ്പോലും സൃഷ്ടിച്ച് വെച്ചിട്ടില്ല. ആയതുകൊണ്ട് തന്നെ ഉണ്ണിമുകുന്ന നിങ്ങളുടെ കഴിവ് എന്താണ് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ആ പാതയിൽ മുന്നോട്ട് പോവുക. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുള്ള ആൾക്കാർ ഇടാ പട്ടി എന്ന് വിളിക്കും. നിങ്ങൾ തിരിഞ്ഞു നോക്കണം. നീയാടാ പട്ടി എന്ന് പറയരുത്. അതിന് ഞങ്ങളുണ്ട്. അപ്പുറത്ത് പറയടാ മുറിയേണ്ടി പറയും. തിരിഞ്ഞു നോക്കരുത്. എപ്പോഴാടാ പൊന്നാനിക്ക് പോകണമെന്ന് ചോദിക്കും. തിരിഞ്ഞു നോക്കരുത്. നീ ഇപ്പോൾ ജിഹാദിയായില്ല, തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ മുന്നോട്ട് പോവുക. നിങ്ങൾ നാളത്തെ സൂപ്പർ സ്റ്റാർ ആവണം. മറ്റു നാളത്തെ മമ്മൂട്ടിയൊക്കെയും കുറച്ച് പ്രായമായല്ലോ, മെഗാ സ്റ്റാർ ആവണം. നമുക്ക് ആർട്ടിസ്റ്റുകൾ എല്ലാം വേണം. ഡോക്ടർമാർ വേണം, സാഹിത്യകാരന്മാർ വേണം, കോൺട്രാക്ടർമാർ വേണം, സാധാരണ ജോലി ചെയ്യുന്നവർ വേണം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾ എല്ലാ കാറ്റഗറിയിലും പെട്ടത് വേണം. നിങ്ങളെപ്പോഴുള്ള ആൾക്കാരും വേണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഉറച്ചു നിൽക്കുക. ഈ വക കഷണകുമാർമാർ അവരിപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ വിലയുള്ളൂ. മൂക്കിൻ്റെ അവിടെ ആസനത്തിൻ്റെ അവിടെ നിന്ന് പറഞ്ഞാൽ പറിച്ചെടുത്താൽ അതിൻ്റെ വിലയുള്ളവർക്ക് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ അവനേക്ക് ഇത്രയും വിലയുള്ളൂ. ഒരു ചീക്കള വക്കീൽ, അത്ര മാത്രം. വക്കീലുമാർ ചീക്കളെന്നല്ല പറഞ്ഞേ, ഇവനൊരു ചീക്കള വക്കീലാ ഈ കഷണകുമാർ. അത് മനസ്സിലാക്കി അവൻ എന്ത് വേണ്ടി പറഞ്ഞോട്ടെ, പട്ടിയുടെ വില പോലും കൊടുക്കരുത്. ഒരു
അല്ല അത് ഉപയോഗിക്കരുത് ഇപ്പോൾ വിലക്ക് വെച്ചിരിക്കുക. ഒരു രോമത്തിൻ്റെ പോലും വില അവന് കൊടുക്കരുത്. ഉണ്ണി മുകുന്ന. നമസ്കാരം.